ഗുജറാത്തിലെ ഞാൻ വൃത്തിയാക്കി കൊടുത്ത ഒരു സ്ഥലത്ത് പിറ്റേന്ന് വന്ന് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് നിറയിച്ച് കളഞ്ഞൊരു കാഴ്ചയായിരുന്നു ഇത്. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ 13ാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ഗുജറാത്തിലെ വാപ്പി എന്ന പട്ടണത്തിലാണ്. വാപ്പി എന്ന ഇൻഡസ്ട്രിയൽ നഗരത്തിലെ ഏറ്റവും അധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തെ വഴിയോര കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലമാണ് ഇന്ന് ഞാൻ വൃത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വളരെയധികം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണിത്. കാരണം കുറഞ്ഞതൊരു 1/2 കിലോമീറ്ററെങ്കിലും എനിക്കിന്ന് വൃത്തിയാക്കാനുണ്ടാവും. വീട്ടുമാലിന്യങ്ങൾ ഉൾപ്പെടെ സകലതും ഇവിടെയുള്ള ആളുകൾ കൊണ്ടുപോയി തള്ളുന്നത് ഈ ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു. ആദ്യമായി അടുത്തുള്ള വീട്ടിൽ നിന്ന് ഞാനൊരു ചൂലൊക്കെ വാങ്ങിച്ചു. എൻ്റെ സേഫ്റ്റിക്കായി ഒരു ഗ്ലൗസും ഞാൻ എടുത്തിട്ടു. അങ്ങനെ ഞാൻ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ വൃത്തിയാക്കുന്നത് കണ്ട് ഒരു ചേട്ടൻ ഞങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് വെള്ളമൊക്കെ വാങ്ങി തന്നിട്ടാണ് പുള്ളി പോയത്. വൃത്തിയാക്കുന്നതിനിടയിൽ ഏറ്റവും അധികം കിട്ടിയ പ്ലാസ്റ്റിക് കവറാണിത്. ഇവിടെയുള്ള ആൾക്കാരുടെ ദേശീയ ഭക്ഷണമാണോ ഇതെന്ന് ഇടയ്ക്ക് തോന്നിപ്പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പുറകെ കാണുന്ന സ്ഥലമൊക്കെ നമുക്കിനി ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളിനി കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ മടുത്തു എങ്കിലും ചെയ്തിരിക്കും. ഗൈസ്, ഞാനിപ്പോൾ ഇത്രയും ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു. മൂല വരെ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പം അത് മൊത്തം എനിക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. മടുത്തു എങ്കിലും ഞാനിത് ചെയ്തിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണണം. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് അടിച്ചിട്ട് അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. ആ ടൈമിൽ എടുത്തും കൊണ്ട് എറിഞ്ഞിരിക്കുന്നതാണ്. എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണല്ലേ. ഉച്ചയായപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ രാത്രി ഈ സമയമായിട്ടുണ്ട്. ഇത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങളെ കാണിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിറ്റേന്ന് കാണിക്കാമെന്നുള്ള ധാരണയിൽ അവിടുന്ന് ഞാൻ മടങ്ങി. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ അവസ്ഥ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ 6-7 മണിക്കൂറത്തെ കഷ്ടപ്പാട് വെറും ഒറ്റ രാത്രി കൊണ്ടാണ് അവർ ഇങ്ങനെയാക്കി കളഞ്ഞത്. വീണ്ടും 2 മണിക്കൂർ എടുത്ത് അവിടുത്തെ മാലിന്യങ്ങളൊക്കെ മാറ്റി അവിടെ ഇങ്ങനെയാക്കിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി വീണ്ടും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. ചിലപ്പോൾ ഞാനൊരാൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ച മാറ്റം അവിടെ ഒരാളെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത കാര്യങ്ങൾ കണ്ട് പിറ്റേന്ന് ഒരാൾക്കെങ്കിലും വേസ്റ്റ് ഇടാനായിട്ട് അവിടെ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതുതന്നെയല്ലേ എൻ്റെ വിജയം. ഇനി അവിടെ വൃത്തികേടാവില്ല എന്ന് മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ നിന്ന് ഉറപ്പ് വാങ്ങിയിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.